ഇന്നലെ തിരക്കിന് അല്പം കുറവുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദർശനം കാണാനായിട്ട് നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ ക്യൂ അത് നീണ്ട ഒരു ക്യൂ ആയി നീളുന്ന സാഹചര്യം തന്നെയായിരുന്നു. ഇന്നലെ 80,000-ഓളം അയ്യപ്പ ഭക്തരാണ് 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയത്. ഇത് 12 മണിവരെ, രാത്രി 12 മണിവരെയുള്ള കണക്കാണ്. എന്നാൽ പുലർച്ചെ ആകുമ്പോഴത്തേക്കും വീണ്ടും തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ശബരിമലയിലെ അയ്യപ്പന്മാരുടെ ഭക്തരുടെ തിരക്ക് അത് ഈ വരും ദിവസങ്ങളിൽ കൂടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മകരവിളക്ക് പൂജയോടനുബന്ധിച്ച് 26-ാം തീയതിയും 27-ാം തീയതിയും ഡിസംബർ മാസം 26-ാം തീയതിയും 27-ാം തീയതിയുമായിട്ടുള്ള ബുക്കിങ്ങുകൾക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഇന്നലെ ശബരിമല സന്നിധാനത്തുണ്ടായ ട്രാക്ടർ അപകടവുമായി ബന്ധപ്പെട്ട് ട്രാക്ടറുടെ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ അപകടത്തിൽപ്പെട്ട ഇടുക്കി സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇടുക്കി സ്വദേശി രാധാകൃഷ്ണനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് നട്ടലിനടക്കം പൊട്ടൽ പറ്റുന്ന രീതിയിലായിരുന്നു അപകടം പറ്റിയിരുന്നത്. വലിയ ഗുരുതരമായി തന്നെ പരിക്ക് പറ്റിയിരുന്നു ഇന്നലെ. അദ്ദേഹത്തോടൊപ്പം തന്നെ 8 പേർക്കായിരുന്നു ഇന്നലെ ഈ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഇവർ 2 പേരെയും മെഡിക്കൽ കോളേജിലേക്ക്, ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മറ്റൊരാളെ കോന്നി മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്.